കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം മമതാ ബാനർജി, അഖിലേഷ് യാദവ് എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും. ഇന്നത്തെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ നിന്ന് മമതാ ബാനർജി വിട്ടുനിന്നതിൽ നിതീഷ് കുമാറിന് അതൃപ്തിയുമുണ്ട്. അഴിമതി സഖ്യത്തിലെ ഓരോ പാർട്ടി നേതാക്കൾക്കും പ്രധാനമന്ത്രിയാകണമെന്ന വാശിയാണെന്ന് BJP വിമർശിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ജിൽബി ദില്ലിയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കീർത്തി, ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നിയോഗിക്കാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. അതായത് കോൺഗ്രസിൽ നിന്നും ഒരാൾ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നതാകും നല്ലതെന്ന് JDU അധ്യക്ഷൻ നിതീഷ് കുമാർ യോഗത്തിൽ പറഞ്ഞു. ഇന്നത്തെ യോഗത്തിൽ മമതാ ബാനർജിയും അഖിലേഷ് യാദവും പങ്കെടുത്തിരുന്നില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉണ്ടായിരുന്നതിനാൽ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് മമതാ ബാനർജി നേരത്തെ അറിയിച്ചിരുന്നു. അതിനാൽ അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക മമതാ ബാനർജിയും അഖിലേഷ് യാദവും ആയിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും. അതേസമയം സീറ്റ് വിഭജനത്തിലെ തർക്കങ്ങൾ അടക്കം പരിഹരിക്കാൻ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം സഖ്യത്തിന്റെ കൺവീനറാകാനുള്ള നിർദ്ദേശത്തെ നിതീഷ് കുമാർ വിസമ്മതിച്ചുവെന്നാണ് വിവരം. അതായത് താൻ ഒരു പദവിയും ആഗ്രഹിക്കുന്നില്ല എന്ന് നിതീഷ് കുമാർ യോഗത്തെ അറിയിക്കുകയുണ്ടായി. എന്നാൽ നിതീഷ് കുമാറിനെ കൺവീനർ സ്ഥാനത്തേക്ക് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സോണിയാഗാന്ധിയും നിർദ്ദേശിച്ചു. പക്ഷേ നിതീഷ് കുമാർ നിർദ്ദേശിച്ചത് ലാലു പ്രസാദ് യാദവിനെയുമാണ്. അതോടൊപ്പം തന്നെ മമതാ ബാനർജി ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിനെ നിതീഷ് കുമാർ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മമതാ ബാനർജി ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിനെ BJP വലിയ രാഷ്ട്രീയമായുധമാക്കുകയും സഖ്യത്തിൽ ഐക്യമില്ല എന്നും അതുപോലെ തന്നെ ഓരോ പാർട്ടിയിലെയും നേതാക്കൾക്ക് പ്രധാനമന്ത്രിയാകാനുള്ള വാശിയാണെന്നുമുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഇതിന് പിന്നാലെ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ സഖ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ കൂടുതൽ ശക്തി ആർജിച്ചു പോകാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം സീറ്റ് വിഭജന ചർച്ചകളുടെ വിലയിരുത്തലുകളും ഉണ്ടായി. അതായത് നിലവിലെ സാഹചര്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകളുടെ പ്രാഥമിക ചർച്ചകൾ പാർട്ടികളുമായിട്ട് കോൺഗ്രസ് ദേശീയ സഖ്യ സമിതി നടത്തിക്കഴിഞ്ഞു. മുമ്പോട്ടുള്ള ചർച്ചകൾ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ ചർച്ച പൂർത്തിയാക്കി അന്തിമ തീരുമാനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായി എന്ന് തന്നെയാണ് വിവരം. അതേസമയം രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവർ ഇന്ന് AAP അധ്യക്ഷനും അതുപോലെ തന്നെ ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളുമായിട്ട് ഖാർഗെയുടെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഇന്ത്യ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായി എന്ന് തന്നെയാണ് വിവരം. എന്തായാലും ഇനി ഇന്ത്യ മുന്നണിയെ നയിക്കുക കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെയായിരിക്കും. പക്ഷേ അപ്പോഴും കൺവീനർ ആരെന്നുള്ള കാര്യം ഇപ്പോഴും തീരുമാനമായിട്ടില്ല.